എല്ലാവർക്കും നമസ്കാരം. ഈ വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ തിളപ്പ് കാട്ടുന്ന ഒരു കൂട്ടം ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. തിളപ്പ് കാണിക്കുക എന്ന് പറയില്ലേ. അപ്പം അങ്ങനെ ഒരു സംഭവം നമ്മുടെ ചാലക്കുടിയിൽ അതിരപ്പള്ളിക്ക് പോകുമ്പോഴുള്ള ഡ്രീം വേൾഡ് വാട്ടർ തീം പാർക്കിൽ സംഭവം ഉണ്ടായി. ഇന്നലെ 2:30 കൂടിയിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മലപ്പുറം ALP സ്കൂളിൽ നിന്നും 50ഓളം കുട്ടികളും അധ്യാപകരും അടങ്ങുന്ന ഒരു സംഘം വിനോദയാത്രയ്ക്കായിട്ട് ഡ്രീം വേൾഡ് വാട്ടർ തീം പാർക്കിലെത്തി. ചങ്ങാതിമാരുടെ നാടായ ചാലക്കുടിയിൽ പരിയാരം കാഞ്ഞിരപ്പള്ളിയിലുള്ള ഡ്രീം വേൾഡ് വാട്ടർ തീം പാർക്കിൽ വിനോദയാത്രയ്ക്ക് വന്നതാണ് മലപ്പുറം AMLP സ്കൂളിൽ നിന്നുള്ള 50 കുട്ടികളും അധ്യാപകരും അടങ്ങുന്ന സംഘം. ഡ്രീം വേൾഡിലെ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനിടയിലാണ് ഒറ്റപ്പാലത്ത് നിന്നുള്ള 5 അംഗ സംഘം സ്കൂളിലെ അധ്യാപികയെ പരിഹസിക്കുന്നത്. പരിഹാസം തുടർന്നപ്പോൾ സ്കൂളിലെ പ്രണവ് എന്ന അധ്യാപകൻ പരിഹാസം നടത്തിയ സംഘത്തെ ചോദ്യം ചെയ്തു. തുടർന്ന് വാക്കേറ്റമുണ്ടാവുകയും ഒറ്റപ്പാലത്തു നിന്നുള്ള സംഘം അധ്യാപകനെ ആക്രമിക്കുകയും മോതിരമിട്ട വിരൽ കൊണ്ട് അധ്യാപകന്റെ മൂക്കിൽ ഇടിച്ച് പരിക്കേൽപ്പിക്കുകയും ആക്രമണത്തിൽ അധ്യാപകന്റെ മൂക്കിന്റെ അസ്ഥി തകരുകയും ചെയ്തു. സംഘം മദ്യപിച്ചിരുന്നതായും പറയപ്പെടുന്നു. ഉച്ചയ്ക്ക് 2:30ഓടെയാണ് സംഭവം. ഒറ്റപ്പാലം സ്വദേശികൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെന്ന് പറയപ്പെടുന്നു. അവധി ആഘോഷിക്കാൻ നാട്ടിലെത്തിയപ്പോഴാണ് ഡ്രീം വേൾഡ് സന്ദർശിക്കാൻ തോന്നിയതും അവിടെ വെച്ച് തിളപ്പ് കാണിക്കാൻ തോന്നിയതും അധ്യാപകനെ ആക്രമിച്ചതും. തുടർന്ന് ഡ്രീം വേൾഡ് അധികൃതർ ചാലക്കുടി പോലീസിനെ അറിയിക്കുകയും പ്രതികളായ ഒറ്റപ്പാലം സ്വദേശികൾ ഉമ്മർ ഷാഫി 28 വയസ്സ് സൺ ഓഫ് യൂസഫ് മഠത്തിൽ വീട് വല്ലപ്പുഴ ദേശം ഒറ്റപ്പാലം, റാഷിഖ് 41 വയസ്സ് സൺ ഓഫ് ഉമ്മർ വെളുത്തക്കത്തൊടി വീട് വല്ലപ്പുഴ ദേശം ഒറ്റപ്പാലം, റഫീഖ് 41 വയസ്സ് സൺ ഓഫ് മുഹമ്മദ് കൊങ്ങശ്ശേരി വീട് വല്ലപ്പുഴ ദേശം പാലക്കാട്, ഇബ്രാഹിം 39 വയസ്സ് സൺ ഓഫ് മുഹമ്മദ് ശങ്കരത്തൊടി വീട് വല്ലപ്പുഴ ദേശം പാലക്കാട്, മുബഷീർ 32 വയസ്സ് സൺ ഓഫ് ഹംസ മഠത്തിൽ വീട് വല്ലപ്പുഴ ദേശം പാലക്കാട് എന്നിവരെ പിടികൂടി. വിനോദസഞ്ചാരത്തിനെത്തുന്നവർക്ക് നേരെ ഇത്തരത്തിൽ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് ഉചിതമായ ശിക്ഷാ നടപടികൾ ലഭിക്കട്ടെ. ഇത്തരം വിഷയങ്ങൾ കൃത്യമായിട്ട് തന്നെ നടപടിക്രമങ്ങളുമായിട്ട് പോകുന്ന ചാലക്കുടി പോലീസിന് അഭിനന്ദനങ്ങൾ നേരാണ്. കാരണം തിളപ്പ് കാണിക്കുക എന്നുള്ളത് വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ ആർക്കും അവകാശപ്പെട്ട ഒരു സംഭവമല്ല. നമ്മൾ പലരും പല സ്ഥലങ്ങളിൽ, കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലൊക്കെ ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള തിളപ്പ് കുറച്ച് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ തിളപ്പ് കാണിക്കും. അങ്ങനെ തിളപ്പ് കാണിച്ച ഈ സഹോദരന്മാരെ കൃത്യമായിട്ട് തന്നെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന ചാലക്കുടി പോലീസിന് അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദുരനുഭവമുണ്ടായ മലപ്പുറം AMLP സ്കൂളിലെ അധ്യാപകനും അധ്യാപികയ്ക്കും അവിടുത്തെ കുട്ടികൾക്കെല്ലാം, ഇത് ചാലക്കുടിയുടെ സംസ്കാരമൊന്നും അല്ല കേട്ടോ, ചങ്ങാതിമാരുടെ നാടാണ് ചാലക്കുടി. പക്ഷേ എന്താ പറയുക, പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ എന്താണ് ചെയ്യണമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾക്കുണ്ടായ ദുരനുഭവത്തിൽ ദുഃഖിക്കുന്നു, ഖേദിക്കുന്നു. നിങ്ങൾ ഇനിയും ചാലക്കുടിയിലേക്ക് വരണം, വാട്ടർ തീം പാർക്ക് ആസ്വദിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ വിഷയം ഒരു ഒറ്റപ്പെട്ട അനുഭവം മാത്രമായിട്ടാണ്. ചാലക്കുടിയിൽ അങ്ങനെ ചാലക്കുടിക്കാരാലൊന്നും ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടാവില്ല. ഇത് ഞാൻ പറഞ്ഞില്ല, തിളപ്പ് മാറാൻ വേണ്ടിയിട്ട് ചില ആളുകൾ വന്ന് കയറും. അവരെ തിളപ്പ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ചില സംഗതികളായിട്ട് കാണിക്കുമ്പോഴാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും ഈ 5 പേരെ പിടികൂടി മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നന്ദി, നമസ്കാരം.